ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡൊമിനിയോ ദീപക്സ്. ഞങ്ങൾ ഇന്ന് ഹൈലാൻഡ് ഹോട്ടൽ, ട്രിവാൻഡ്രം തമ്പാനൂരുള്ള ഹൈലാൻഡ് ഹോട്ടലിൽ ഉച്ചക്കലത്തെ മീൽസ് കഴിക്കാനായിട്ട് പോവുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടുത്തെ മീൽസ്. നോർമലായിട്ടുള്ള നാടൻ കറികളൊക്കെ ചേർത്തുള്ള മീൽസും പിന്നെ അവിടുത്തെ ഫിഷ് ഐറ്റംസ് എല്ലാം ഭയങ്കര ഫേമസ് ആണ്, നല്ല ടേസ്റ്റുമാണ്. ഞാൻ പണ്ടൊരിക്കൽ ഈ വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് എനിക്കിപ്പോൾ എന്താണെങ്കിലും ഹൈലാൻഡിൽ നിന്ന് ഊണ് കഴിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡൊമിനിയോ ദീപക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രിവാൻഡ്രത്ത് തമ്പാനൂർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റ് മാഞ്ഞാലിക്കുളം റോഡിലാണ് ഈ ഹോട്ടൽ ഹൈലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ 1987 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു ഹോട്ടലാണ്, ഒരു 3 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ താമസിക്കാനുള്ള സൗകര്യമുണ്ട്, അതുപോലെ നല്ല ഒരു ഡൈനിങ് സ്പേസും ഇവർക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പേര് ഒരേ സമയത്ത് കേറ്റർ ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് റൂമാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ഉച്ചക്കലത്തെ മീൽസ് തന്നെയാണ്. മറ്റ് ഐറ്റംസ് എല്ലാം നല്ലതാണെങ്കിലും മീൽസ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഐറ്റം. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണെങ്കിലും മീൽസ് തന്നെയാണ് ഓർഡർ ചെയ്തത്. ശിഖ ചപ്പാത്തിയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ എനിക്കുള്ള താലി മീൽസ് ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇതിനകത്ത് മീൻകറിയുണ്ട്, അതുപോലെ സാമ്പാർ, പിന്നെ അവിയൽ, ഒഴിക്കാനായിട്ട് മോര്, പിന്നെ ബീട്രൂട്ട് തോരനുണ്ട്, രസമുണ്ട്, പായസം, കപ്പ, ചമ്മന്തി, പിക്കിൾസ്, പപ്പടം, കുത്തരിച്ചോറ്, അങ്ങനെ ഇതെല്ലാം കൂടെ ചേരുന്ന ആണ് ഇവരുടെ ആ ഒരു താലി മീൽസ് എന്ന് പറയുന്നത്. അത് കൂടാതെ സ്പെഷ്യലായിട്ട് ഞങ്ങളൊരു നെയ്മീൻ ഫ്രൈ ഓർഡർ ചെയ്തു, അതുപോലെ തന്നെ ഒരു കരിമീൻ ഫ്രൈ. ഇത് രണ്ടും ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. പിന്നെ ശിഖയ്ക്ക് ചപ്പാത്തികളോടെ കഴിക്കാനായിട്ട് കൊഞ്ച് റോസ്റ്റും ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. ആദ്യം എന്താണെങ്കിലേ ഈ കപ്പയും മീൻകറിയും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് അതൊരു വീക്ക്നെസ് ആണ് എപ്പോഴും. ഇത് നല്ല തേങ്ങ അരച്ച കറിയാണ്. എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കപ്പയും നല്ല അടിപൊളി മീൻകറിയും. ആ തേങ്ങയൊക്കെ അരച്ച് നെമ്മീൻ കറിയാണ് ഇതിനകത്ത് ഇവർ തന്നേക്കുന്നത്. ഇത് മീൽസിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്, സ്പെഷ്യലായിട്ട് വാങ്ങുന്നതല്ല. ഇപ്പം ഏതാണെങ്കിലും ചോറിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് സാമ്പാർ തന്നിട്ടുണ്ട്, രസമുണ്ട്, അതുപോലെ മോരുണ്ട്. ഞാൻ എന്താണെങ്കിലും ആദ്യം ഈ സാമ്പാറും കൂട്ടി കഴിച്ചു നോക്കാം. നല്ല തനി നാടൻ സാമ്പാറാണ്. അതുപോലെ തന്നെ ഇവരുടെ തൊടുകറികൾ, അവിയലുണ്ട്, അതുപോലെ ബീട്രൂട്ടുണ്ട്, പിന്നെ മാങ്ങ അച്ചാർ തന്നിട്ടുണ്ട്. കറികൾക്കെല്ലാമേ ഒരു വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. എല്ലാം നല്ല തനി നാടൻ ഡിഷസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ആ ഒരു ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇവിടുത്തെ മീൽസ് കഴിക്കാൻ പറ്റും. അത് തന്നെയാണ് ഇവിടുത്തെ പ്രത്യേകത. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു നെമ്മീൻ ഫ്രൈ ആണ് ഇവർ തന്നേക്കുന്നത്. ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടില്ല, അത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്ന അനുസരിച്ച് തന്നെയാണ് ഇവരിത് പ്രിപ്പയർ ചെയ്ത് തരുന്നത്. കിടിലൻ ടേസ്റ്റ് ആണ് കേട്ടോ, നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ചേക്കുന്ന ആ ഒരു നെമ്മീൻ ഫ്രൈ തന്നെയാണ്. ഇത് നമുക്ക് വെറുതെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റും, ആ രീതിയിലുള്ള ടേസ്റ്റാണ്. ഇവിടെ ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ്, അതുപോലെ ബിരിയാണി, മറ്റ് ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണെങ്കിലും ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നത് ഈ ഒരു താലി മീൽസ് കഴിക്കാനായിട്ട് തന്നെയാണ്. അതിനകത്ത് ഇപ്പോൾ സ്പെഷ്യൽ ഒന്നും ഇല്ലെങ്കിൽ പോലും ഇവരുടെ ആ ഒരു മീൻ കറിയും കൂട്ടിയിട്ടുള്ള ഈ ഒരു മീൽസ് ഉണ്ടല്ലോ, അത് തന്നെ നമുക്ക് വളരെയധികം തൃപ്തികരമാണ്. നല്ല തേങ്ങ അരച്ചേക്കുന്ന ആ ഒരു മീൻകറിയാണ്. ഇതിനകത്ത് ഒരു പീസ് നെമ്മീൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ എന്താണെങ്കിലും സാമ്പാർ കഴിച്ച സ്ഥിതിക്ക് ഇനിയിപ്പോൾ അടുത്ത ഈ മീൻകറിയും കൂട്ടി ചോറൊന്ന് കഴിച്ച് നോക്കട്ടെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ മീൽസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പല പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് കറക്റ്റായിട്ട് അറിയാം. നല്ല തേങ്ങ അരച്ച ആ ഒരു മീൻകറി ഓവറായിട്ട് സ്പൈസി ഒന്നുമല്ല, നല്ല സുഖകരമായിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് പറ്റിയ ഒരു മീൻകറി തന്നെയാണ്. ഒരുവിധം എല്ലാ ടൈപ്പ് മീനും എനിക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എൻ്റെ ഏറ്റവും ഫേവററ്റ് മീനുകളിൽ ഒന്നാണ് കരിമീൻ. അതും ഈ ഹൈലാൻഡിലെ ആ ഒരു കരിമീൻ ഫ്രൈ എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇവർ ഓവറായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തല്ല കൊണ്ടുവരുന്നത്, അതൊരു മീഡിയം ടൈപ്പിലാണ് ചെയ്തേക്കുന്നത്. ഇവിടെ കരിമീൻ പൊള്ളിച്ചതും അവൈലബിൾ ആണ്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ കരിമീൻ ഫ്രൈ തന്നെയാണ്. നല്ല കുരുമുളകൊക്കെ ചേർത്തിട്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട്. അതുപോലെ തന്നെയാണ് ഇവരുടെ നെയ്മീൻ ഫ്രൈയും. ശിഖ എന്തായാലും ചോറല്ല കഴിക്കുന്നത്, ചപ്പാത്തിയാണ്. ചപ്പാത്തിയുടെ കൂടെ കൊഞ്ച് റോസ്റ്റാണ് വാങ്ങിച്ചേക്കുന്നത്. ഇതിനകത്ത് നിറയെ കൊഞ്ചും തേങ്ങയും എല്ലാം ഇട്ടിട്ടുണ്ട്. നല്ല
അടിപൊളി കറിയായിട്ട് തോന്നിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. നല്ല ഒരു ഫ്ലേവറും വരുന്നുണ്ട്. ഞാൻ ഈ കൊഞ്ച് റോസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയുടെ കൂടെ ഏറ്റവും ഐഡിയലാണ് ഇവിടുത്തെ ഈ ഒരു കൊഞ്ച് റോസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ താരം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കരിമീൻ ഫ്രൈ തന്നെയാണ്. നല്ല അത്യാവശ്യം നല്ല സൈസുള്ളൊരു മീനാണ്, പിന്നെ നല്ല ഫ്രഷ് ക്യാച്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത്. സാമ്പാറും മീൻകറിയും എല്ലാം കൂട്ടി ആ മീൽസ് കഴിച്ച് തീരുമ്പോഴത്തേക്ക് ഇവരുടെ ഈ ഒരു രസം, ഇത് ശരിക്കും തക്കാളി രസമാണ്. നല്ല ലൈറ്റായിട്ടാണ് ഇവർ ഈ ഒരു രസം പ്രിപ്പയർ ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് കുടിക്കാനായിട്ട് പാകത്തിനുള്ള ആ ഒരു രീതിയിലുള്ള രസമാണ്. ശരിക്കും ഇവിടെ ഉച്ചയ്ക്ക് റീസണബിൾ ആയിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് മീൽസ് ഇവർ സെർവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഭയങ്കരമായ റഷാണ്. നേരത്തെ വന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ സീറ്റ് കിട്ടുക അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്ത് വരുന്ന ഒരുപാട് ആൾക്കാർക്ക് ഈ ഒരു ഹോട്ടൽ അറിയാം. അപ്പോൾ പണ്ട് മുതലേ ഉള്ള ഒരു ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ പല ആൾക്കാരും വന്ന് മീൽസ് കഴിക്കും. ഞാൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടൊരു മീൽസ് എൻജോയ് ചെയ്തു. അതുപോലെ ഇവരിന്ന് സേമിയ പായസമാണ് തന്നേക്കുന്നത്. ആ പായസവും കുടിച്ച് നല്ല രീതിയിലുള്ള ഒരു മീൽസ് എൻജോയ് ചെയ്തു. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ട്രിവാൻഡ്രത്തേക്ക് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഹൈലാൻഡ് ഹോട്ടൽ ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ അക്കോമഡേഷനും അവൈലബിൾ ആണ്. അതുപോലെ നിങ്ങൾക്ക് നല്ല ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫുഡും കഴിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങൾ നല്ല അടിപൊളി ഒരു മീൽസും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്നത്. അപ്പം നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഒരു മീൽസ് കഴിക്കാൻ സാധിച്ചത്. നല്ല ഫ്രഷ് ക്യാച്ചാണ്. അവിടുത്തെ ഫിഷ് എല്ലാം നല്ല ഫ്രഷ് ആണ്. അതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ അവരുടെ ആ ഒരു ഫ്രൈ ചെയ്യുന്ന രീതി എല്ലാം ഒരു തനി നാടൻ സ്റ്റൈലിലാണ് അവരത് ചെയ്യുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. കരിമീനും നെമ്മീനും കൊഞ്ച് ശിഖയാണ് കൂടുതലും കഴിച്ചത്. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്ത് നോക്കിയതേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. നല്ല തേങ്ങ കൊത്തൊക്കെ ഇട്ടേക്കുന്ന കുരുമുളകൊക്കെ ഇട്ടുണ്ടാക്കിയ കൊഞ്ച് റോസ്റ്റ്, അതുപോലെ കരിമീൻ ഫ്രൈയും നെമ്മീനും എല്ലാം സൂപ്പറാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെന്നിരുന്ന് മീൽസ് കഴിക്കാനായിട്ട് പറ്റിയ ഒരു സ്ഥലമാണ്. നല്ല സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാർ പാർക്കിങ്ങും എല്ലാം ഉള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് ഈ ഹൈലാൻഡ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് തരിക. അതുപോലെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൊമിനോ ദീപക്സ് എന്ന ഞങ്ങളുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇൻസ്റ്റാഗ്രാമിൽ ഞങ്ങളെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഡൊമിനോ ദീപക്സ് എന്ന ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് അടുത്ത സൺഡേ രാവിലെ 11 മണിക്ക് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ ബൈ.